പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 292 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പസിഫിക്കോയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ആൽബർട്ടിനെ കുറിച്ചാണ്. കർമ്മല സഭയുടെ സഹസ്ഥാപകനും നിയമദാതാവുമാണ് വിശുദ്ധ ആൽബർട്ട്. 1150 ഇറ്റലിയിലെ കാസ്റ്റൽ ഗാത്തിയേരി എന്ന സ്ഥലത്തെ ഒരു കുലീന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല. സന്യാസാശ്രമത്തിൽ പ്രവേശിച്ചതു മുതലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കർമ്മല സഭയിലെ അംഗമായി ചേർന്ന വിശുദ്ധൻ 1180 പാവിയയിലുള്ള ആശ്രമത്തിന്റെ സുപ്പീരിയറായി നിയമിക്കപ്പെട്ടു. 1184 ബോബിയോയിലെ മെത്രാനായി നിയമിതനായി. അടുത്ത വർഷം തന്നെ അദ്ദേഹത്തെ ചെർച്ചിലയിലെ മെത്രാനായി സ്ഥലം മാറ്റി. ഇവിടുത്തെ 20 വർഷം നീണ്ട പ്രേക്ഷിത പ്രവൃത്തിക്കിടെ ദേശീയവും അന്തർദേശീയവുമായ പല ദൗത്യങ്ങളും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഏതു വിഷയത്തിലും ശക്തവും വ്യക്തവും വിവേകപൂർണമായ നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ വിജയം കാണാനുള്ള പ്രധാന കാരണം. വിശുദ്ധൻ 1191 രൂപതാ സിനഡിലെടുത്ത പല തീരുമാനങ്ങളും ഈ അടുത്ത കാലം വരെ നിലവിലുണ്ടായിരുന്നു. 1205 ജെറുസലേമിന്റെ പാത്രിയാർക്കായി നിയമിതനായ ആൽബർട്ട് സുപ്രധാനമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. നിയമങ്ങൾ നടപ്പാക്കുന്നതിലും മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കുന്നതിനും അദ്ദേഹം യാതൊരു വിമുഖതയും കാണിച്ചില്ല. ഈ കാലഘട്ടത്തിൽ മൗണ്ട് കാർമലിൽ താമസിച്ചിരുന്ന ഫ്രാങ്കിഷ് സന്യാസികളുടെ സുപ്പീരിയർ ആയിരുന്ന വിസ്ത ബ്രോക്കാർഡിന്റെ അഭ്യർത്ഥന പ്രകാരം 1208 ആൽബർട്ട് കർമ്മലീത്ത സഭയുടെ നിയമാവലി തയ്യാറാക്കി. പ്രാർത്ഥനയിൽ ദൈവത്തോടടുക്കാൻ സഹായിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇതിൽ വിശുദ്ധൻ വിഭാവനം ചെയ്തിരുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാതിരുന്ന വിശുദ്ധനെ അദ്ദേഹത്തിന്റെ ശാസന ഏറ്റുവാങ്ങിയ അധർമ്മിയായ ഒരുവൻ 1214 സെപ്റ്റംബർ 14 അക്കോണിയിൽ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുക്കുമ്പോൾ ക്രൂരമായി വധിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. സത്യം അഗ്നിക്ക് സമമാണ്, അത് അസത്യത്തെ ദഹിപ്പിക്കുക തന്നെ ചെയ്യും. ഏവർക്കും നന്ദി.